ഹായ് എവരിവൺ. വന്ന് ഒരു വേസ്റ്റും ഇപ്പോൾ പുറത്തോട്ട് കളയാതെയായി. കിട്ടുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാറാണ് ഇപ്പോഴത്തെ പതിവ്. വീട്ടിലേക്ക് വരുന്ന ചിലരെങ്കിലും ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടുത്തെ വേസ്റ്റൊന്നും പുറത്തോട്ട് പോകാറില്ലല്ലേ എന്ന്. ശരിയാണ്, ഞാനൊന്നും കളയാറില്ല. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നറിലാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ ആ കാണുന്ന ഭാഗം മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പം അത് മാത്രം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ശരിക്കും ഒരു ഓർഗനൈസറൊക്കെ ആക്കി സൂക്ഷിക്കാൻ നമുക്ക് നമ്മുടെ കമ്മലോ വളയോ ഒക്കെ ഇട്ട് വെക്കാം. അപ്പം ഇന്ന് നമ്മൾ അതല്ല ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് വൃത്തിയായി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിംഗ് ഒന്നും അറിയാത്ത എന്നെ പോലത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു അടിപൊളി പെയിൻറ്റിങ് ചെയ്യാം. അതിന് വേണ്ട കുറച്ച് കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലല്ല കളർ ചെയ്യേണ്ടത്, നേരെ തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഉൾവശത്താണ് നമുക്ക് കളർ ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിക്കുക. ഇതിൻ്റെ ഉൾവശത്താണ് നമുക്ക് കളർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബ്ലാക്ക് കളർ എടുക്കുക, ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാം. അപ്പം ഇത് ഏറ്റവും ചെറിയ ബ്രഷാണ്, അത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. മറ്റേതൊക്കെ വലിയ വലിയ കുത്തുകളാണല്ലോ വരിക. അപ്പം ഏറ്റവും ചെറുതെടുക്കുക, എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഈ കാണുന്നത് പോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെയിൻറ്റിങ് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പരിപാടിയാണെന്ന്. പക്ഷേ കാണാനോ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും കുറേ കുത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇങ്ങനെ അകത്തായിട്ട് ഉള്ളോട്ടായിട്ട് നിൽക്കുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ആ ഒരു ബ്ലാക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കണം. കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം അതിനകത്ത് ഇത്തിരി ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഉള്ളോട്ട് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലാക്ക് സ്പ്രെഡാക്കി എടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലാക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് കളർ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഗ്യാപ്പ് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭാഗത്താണ് ആ ഒരു ഓറഞ്ച് കളർ ചെയ്ത് കൊടുക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറേ കുത്തുകൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തും അതിൻ്റെ പുറത്തോട്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഓറഞ്ച് കളറിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഓരോ ഡോട്ടായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് രണ്ട് സൈഡിൽ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു സൈഡിൽ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളൊരു ചെടിയും ചെറിയ ഫ്ലവേഴ്സൊക്കെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലാമ്പ് സെറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ അതിങ്ങനെ കയ്യിൽ വെച്ച് വരയ്ക്കുമ്പം എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ടായില്ല, അതുകൊണ്ടാണ് താഴെ വെച്ച് വരയ്ക്കുന്നത്. എന്നാലും സ്ട്രെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വലിയ സ്ട്രെയിറ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്ട്രെയിറ്റ് ആണ്. അതിങ്ങനെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈന് കൊടുത്തു. എന്നിട്ട് ഈ കാണുന്ന പോലെ ഒരു വളച്ചിട്ടൊരു സംഭവം കൂടി കൊടുത്തു. അവിടെയാണ് നമ്മൾ ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ഒരു ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളൊന്നും നമ്മൾ കളയരുത് കേട്ടോ. നമ്മളിങ്ങനെ ലാമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ലാമ്പാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ ഇത്തിരി യെല്ലോ കൊടുക്കാം, അതിൻ്റെ പുറത്തായിട്ട് ഓറഞ്ച് കളറും കൊടുക്കാം. ഇങ്ങനെ യു പോലെ ഓറഞ്ചും സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ സെയിം ഓറഞ്ച് തന്നെ എടുത്തിട്ട് ആ ലാമ്പിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചത്, അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഓറഞ്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ആ ലാമ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 90% നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി 100% ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിംഗ് പരിപാടി കൂടെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും താഴെയായിട്ട് ഇത്തിരി വൈറ്റ്, മിഡിലായിട്ട് ഒരു വയലറ്റ്, ഏറ്റവും ടോപ്പിലായിട്ട് ബ്ലൂ കളർ ഇങ്ങനെ ചെയ്ത് വെക്കുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ എനിക്കിവിടെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ സെയിം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ബ്രഷ് തന്നെ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ആ ഒരു മിക്സിംഗ് പരിപാടി അത്ര അങ്ങ് നീറ്റായില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ യൂസ് ചെയ്യാത്ത നല്ല ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതായത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തത് എന്നല്ല, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കാതെ മാറ്റി വെച്ച ബ്രഷ് ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് നമ്മൾ ചെയ്യാം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എഡ്ജസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ 3 കളറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ മിക്സിംഗ് പരിപാടിക്ക് മുന്നായിട്ട് നമ്മൾ നേരത്തെ വരച്ച പിക്ചർ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം വരച്ചതും ഉണ്ടാവില്ല, പിന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നതും ഉണ്ടാവില്ല.